നമുക്ക് നോക്കാനുള്ളത് പോളിട്രോപ്പിക് പ്രോസസ്സാണ്. അപ്പോൾ അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ സെയിം തന്നെയാണ് പോളിട്രോപ്പിക് പ്രോസസ്സിലുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. പോളിട്രോപ്പിക് പ്രോസസ്സിന് ഈസ് ആൻ അപ്രോക്സിമേഷൻ ടു റിയൽ പ്രോസസ്സ്. അതായത് അഡിയബാറ്റിക് പ്രോസസ്സിൽ നമ്മൾ പറയുന്നത് Q=0 എന്നാണ്. അപ്പോൾ അത് ആക്ച്വൽ കേസിൽ അത് പോസിബിൾ അല്ല. എന്നാൽ പോളിട്രോപ്പിക് പ്രോസസ്സ് എന്ന് പറയുന്നത് റിയൽ പ്രോസസ്സാണ്. ഇൻ പോളിട്രോപ്പിക് പ്രോസസ് ദർ ഈസ് ആൻ ഇൻ്റർചേഞ്ച് ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ദ ഗ്യാസ് ആൻഡ് ദ സറൗണ്ടിങ്. അവിടെ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ദ പോളിട്രോപ്പിക് പ്രോസസ് കർവ്സ് ഫോളോസ് ദ ജനറൽ ലോ PV⁴n കോൺസ്റ്റൻറ്റ്. അതായത് പോളിട്രോപ്പിക്കിൻ്റെ ഗ്രാഫ് കർവ് നമ്മൾ PV ഡയഗ്രാം വരയ്ക്കുമ്പോൾ അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക PV⁴n C എന്ന് പറഞ്ഞിട്ടാണ്. വേർ n ഈസ് എ പോളിട്രോപ്പിക് ഇൻഡെക്സ് ആൻഡ് മേ ഹാവ് എനി വാല്യൂ ഫ്രം 0 to ഇൻഫിനിറ്റി. 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസ് എന്നിനുണ്ടാവും. ഗാമയുടെ വാല്യൂ നമ്മൾ അപ്രോക്സിമേറ്റ്ലി 1.4 ആ റേഞ്ചിലുള്ളതാണ്. അപ്പോൾ ഇത് 0 to ഇൻഫിനിറ്റി ആണ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ മെത്തേഡ് ഓഫ് ക്യാരിയിങ് ഔട്ട് ദ എക്സ്പാൻഷൻ ഓർ കംപ്രഷൻ പ്രോസസ്സ്. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ എക്സ്പാൻഷൻ കംപ്രഷൻ പ്രോസസ്സിൽ n വാല്യൂ വേരി ചെയ്യാം. എത്ര വരെ? 0 to ഇൻഫിനിറ്റി. ദ വേരിയസ് ഇക്വേഷൻ ഫോർ പോളിട്രോപ്പിക് പ്രോസസ് മേ ബി എക്സ്പ്രസ്ഡ് ബൈ ചേഞ്ചിങ് ദ ഇൻഡെക്സ് n ഫോർ ഗാമ ഇൻ ദ അഡിയബാറ്റിക് പ്രോസസ്സ്. അപ്പോൾ വേരിയസ് ഇക്വേഷൻ, അതായത് പോളിട്രോപ്പിക് പ്രോസസ്സിൻ്റെ ഡിഫറൻറ്റ് ഇക്വേഷൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കിട്ടുന്നത് എങ്ങനെയാണ്? അഡിയബാറ്റിക് പ്രോസസ്സിൽ ഏതൊക്കെ ഇക്വേഷൻസ് നമ്മൾക്ക് അവൈലബിൾ ആണോ അതിലെല്ലാം എവിടെയെല്ലാം ഗാമ ഉണ്ടോ അവിടെയെല്ലാം n കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഓൾമോസ്റ്റ് എല്ലാ ഇക്വേഷൻസും കിട്ടും. അതിൽ അഡിയബാറ്റിക് പ്രോസസ്സിൽ Q=0 ആണ്. അതുകൊണ്ട് നമ്മൾ Q കണ്ടുപിടിക്കുന്നില്ല. അതേസമയം നമ്മൾ പോളിട്രോപ്പിക് പ്രോസസ്സിൽ Qൻ്റെ ഒരു ഇക്വേഷൻ എക്സ്ട്രാ കണ്ടുപിടിക്കണം. ബാക്കിയുള്ളതെല്ലാം സെയിം ആണ്. അഡിയബാറ്റിക് പ്രോസസ്സിൽ പറഞ്ഞ സെയിം ഇക്വേഷൻസാണ് നമ്മൾ പോളിട്രോപ്പിക് പ്രോസസ്സിലും ഉപയോഗിക്കുന്നത്. അപ്പോൾ പോളിട്രോപ്പിക് പ്രോസസ്സിൻ്റെ ഒരു ഗ്രാഫാണ്, റെപ്രസെൻറ്റേഷനാണ് ഈ തന്നിട്ടുള്ളത്. അതായത് PV പ്രഷർ, വോളിയം ആക്സിസ് ഇവിടെ തന്നിട്ടുണ്ട്. XY ആക്സിസിൽ വോളിയം, Y ആക്സിസിൽ പ്രഷർ. അപ്പോൾ പോളിട്രോപ്പിക് പ്രോസസ്സ് അതായത് എക്സ്പാൻഷൻ പ്രോസസ്സാണ്. 1 നിന്ന് 2 എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ പ്രഷർ P1 നിന്ന് P2 കുറഞ്ഞു, V1 V2 ആയിട്ട് കൂടി എക്സ്പാൻഡ് ചെയ്തു. നെക്സ്റ്റ് TS ഡയഗ്രാം, അതായത് എക്സ്പാൻഷൻ പ്രോസസ്സിനുള്ളത്. ഇത് എക്സ്പാൻഷൻ പ്രോസസ്സിൻ്റെ TS ആണ്. ഇവിടെ ജസ്റ്റ് കംപ്രഷൻ പ്രോസസ്സിൻ്റെ TSും കൂടി ഞാൻ ജസ്റ്റ് ഡ്രോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ സെയിം പ്രോസസ്സ് തന്നെ കംപ്രഷനായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. അതായത് 2 എന്നുള്ളത് ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. ഇത് 1 ഇത് 2 എന്തായി? 1 നിന്ന് 2 കംപ്രസ് ചെയ്യപ്പെടുന്നു. ശരിയല്ല? വോളിയം V1 നിന്ന് V2 കംപ്രസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇത് എക്സ്പാൻഷൻ പ്രോസസ്സ് ആകുമ്പോൾ എന്താണ് ഇതിൻ്റെ ഫിഗർ എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്നു. അതായത് 1 നിന്ന് 2 എക്സ്പാൻഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ T1 എന്ന് പറയുന്നത് T2 കൂടുന്നു, എൻട്രോപ്പി എന്ന് പറയുന്നത് S1 നിന്ന് S2 കൂടുന്നു. സിമിലർലി കംപ്രഷൻ ആകുമ്പോൾ T1 T2 കുറയുന്നു, S1 നിന്ന് S2 കുറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ എക്സാം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ PV ഡയഗ്രാം മാത്രം വരച്ചാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അതാണ് പോളിട്രോപ്പിക് പ്രോസസ്സ്. ഇനി നമുക്ക് അതിൻ്റെ ഇക്വേഷൻസ് നോക്കാം. കൺസിഡർ mkg ഓഫ് സർട്ടൈൻ പെർഫെക്റ്റ് ഗ്യാസ് ബീയിങ് ഹീറ്റഡ് പോളിട്രോപ്പിക്കലി ഫ്രം ഇനീഷ്യൽ സ്റ്റേറ്റ് 1 to ഫൈനൽ സ്റ്റേറ്റ് 2. അപ്പോൾ 1 നിന്ന് 2 ഇനീഷ്യൽ സ്റ്റേറ്റ് 1 നിന്ന് ഫൈനൽ സ്റ്റേറ്റ് 2 നമ്മൾ mkg മാസിനെ ഹീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ പോളിട്രോപ്പിക്കലി. അപ്പോൾ P1 V1 T1 S1 എന്ന് പറയുന്നതാണ് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, എൻട്രോപ്പി അറ്റ് സ്റ്റേറ്റ് 1. സിമിലർലി P2 V2 T2 S2 എന്ന് പറയുന്നതാണ് പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, എൻട്രോപ്പി അറ്റ് സ്റ്റേറ്റ് 2. നമുക്കറിയാം ഗവേണിംഗ് ഇക്വേഷൻ ഫോർ പോളിട്രോപ്പിക് പ്രോസസ്സാണ് എന്ത്? PV⁴n C. അതായത് അതിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം? P1 V1 P2 V2 അതേപോലെ പോളിട്രോപ്പിക് ഇൻഡെക്സ്, അഡിയബാറ്റിക് ഇൻഡെക്സിൻ്റെ ഗാമയുടെ ഇക്വേഷൻ എഴുതിയിരുന്ന പോലെ തന്നെ സെയിം പോളിട്രോപ്പിക് ഇൻഡെക്സിൻ്റെ ഇക്വേഷനാണ് n log P2/P1 log V1/V2. നെക്സ്റ്റ് റിലേഷൻ കണക്റ്റിംഗ് പ്രഷർ ആൻഡ് വോളിയം. അപ്പോൾ അത് നമുക്ക് ആ ഇക്വേഷൻസ് ഇതെല്ലാം സെയിം നമ്മളുടെ അഡിയബാറ്റിക് ഇക്വേഷൻസ് സെയിം തന്നെയാണ്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതിയാൽ മതി. അതായത് PV⁴n C. അതായത് അത് PV⁴n കോൺസ്റ്റൻ്റ് ആകുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? P1 V1 P2 V2 ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാണ് P1/P2 V2/V1. നെക്സ്റ്റ് റിലേഷൻ കണക്റ്റിംഗ് ടെമ്പറേച്ചർ ആൻഡ് വോളിയം. അപ്പോൾ എന്താ? T1/T2 V2/V1 നെക്സ്റ്റ് റിലേഷൻ കണക്റ്റിംഗ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. T1/T2 P1/P2 അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്ത അഡിയബാറ്റിക് ഇൻഡെക്സിൽ ഡിറൈവ് ചെയ്ത സെയിം ഇക്വേഷൻസ് തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അതിൽ എവിടെയെല്ലാം ഗാമയുണ്ടോ അവിടെയെല്ലാം നമ്മൾ n എന്നുള്ള ടൈം കൊടുക്കും. നെക്സ്റ്റ് വർക്ക് ഡൺ ബൈ ദ ഗ്യാസ്.
വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് അതായത് എക്സ്പാൻഷൻ പ്രോസസ്സാണെന്ന് എന്തായിരിക്കും P1-ൽ നിന്ന് P2-ലേക്ക് പ്രഷർ സിസ്റ്റം എക്സ്പാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അത് പ്രഷർ എന്ന് പറയുന്നത് P1-ൽ നിന്ന് P2-ലേക്ക് കുറയുന്നു. കൂടിയ പ്രഷർ P1 ആണ്. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് P1 V1 മൈനസ് P2 V2 ഡിവൈഡ് ബൈ n-1. സിമിലർലി നമുക്ക് എന്ത് എഴുതാം, PV = ആണ്. അത് PV = MRT എന്നറിയാം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വർക്ക് ഡൺ എഴുതിയ എന്താണ് MR T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ n-1. ഓക്കെ, അപ്പോൾ PV = MRT എന്നുള്ള ഇക്വേഷൻ കൊടുക്കുമ്പോൾ വർക്ക് എന്തായാലും നമുക്ക് എഴുതാം P1 V1 എന്നുള്ളതിന് പകരം MR T1 മൈനസ് MR T2 ഡിവൈഡ് ബൈ n-1. അപ്പോൾ നമ്മളത് M എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, R എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അതിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു MR T1 മൈനസ് T2 ഡിവൈഡ് ബൈ n-1. നെക്സ്റ്റ് സിമിലർലി ഫോർ എ കംപ്രഷൻ പ്രോസസ്സ് എന്തായിരിക്കും, P1-ൽ നിന്ന് P2-ലേക്ക് കംപ്രസ് ചെയ്യപ്പെടുമ്പോൾ P2 എന്ന് പറയുന്ന പ്രഷറാണ് കൂടുതൽ. അപ്പോൾ നമ്മൾ എന്ത് എഴുതി P2 V2 മൈനസ് P1 V1 ഡിവൈഡ് ബൈ n-1 ഓർ വർക്ക് ഡൺ MR T2 മൈനസ് T1 ഡിവൈഡ് ബൈ n-1. അതുപോലെ തന്നെ ഒരു ആൾട്ടർനേറ്റീവ് എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ നമ്മൾ പോളിട്രോപ്പിക് പ്രോസസ്സിൽ പറയുന്നുണ്ട്. അത് ഇതാണ്, വർക്ക് ഡൺ MR T1 ഡിവൈഡ് ബൈ n-1 ഇൻറ്റു 1 മൈനസ് R ടു ദ പവർ ഓഫ് 1 മൈനസ് n. R ടു ദ പവർ ഓഫ് 1 മൈനസ് n ആണ് കേട്ടോ. അതായത് R എന്ന് പറയുന്നത് കംപ്രഷൻ റേഷ്യോ അല്ലെങ്കിൽ എക്സ്പാൻഷൻ റേഷ്യോ. ദാറ്റ് ഈസ് R V2 ബൈ V1. അതാണ് അതിൻ്റെ ഇക്വേഷൻ. ഇത് ഗാമയല്ല, R ആണ്. അതിന് നമുക്ക് എന്ത് എഴുതാം, MR T1 എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം P1 V1 എന്ന് എഴുതാം. അപ്പോൾ വർക്ക് ഡൺ P1 V1 ഡിവൈഡ് ബൈ n-1 ഇൻറ്റു 1 മൈനസ് R ടു ദ പവർ ഓഫ് 1 മൈനസ് n. ഓക്കെ, നമുക്കങ്ങനെ എഴുതാൻ പറ്റും. ഇത് R ആണ്, ഗാമയല്ല. R കംപ്രഷൻ റേഷ്യോ അല്ലെങ്കിൽ എക്സ്പാൻഷൻ റേഷ്യോ. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ക്യൂവിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, നമുക്കതും കൂടി ഒന്ന് ഡിറൈവ് ചെയ്യണം. അപ്പോൾ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, U = mCV T2 മൈനസ് T1. സെയിം തന്നെ. ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം തന്നെ, mCP T2 മൈനസ് T1. ഓക്കെ, ഇനി ഇവാലുവേഷൻ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫേർഡ് ഇൻ ദ പ്രോസസ്സ്. നമുക്ക് ക്യൂവിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതായത് അഡിയബാറ്റിക് പ്രോസസ്സിൽ Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിരുന്നു. ഇവിടെ Q = 0 അല്ല, അവിടെ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട് ഇൻ ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. അപ്പോൾ നമ്മൾ ഇനി അത് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലോ അനുസരിച്ച് അറിയാം എന്താണ് Q = du പ്ലസ്, അതായത് U പ്ലസ് W, അതായത് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി, അതായത് അതേപോലെ തന്നെ വർക്ക് ഡൺ ആണ് എന്ത്, ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളത് എഴുതി അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ Q = ഹീറ്റ് ട്രാൻസ്ഫർ, du എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി, W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ. Q = du പ്ലസ് W. du എന്ന് പറഞ്ഞാൽ നമുക്കറിയാം mCV T2 മൈനസ് T1. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുന്നത് പോളിട്രോപ്പിക് പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ ആണ് എടുക്കുന്നത്. അതായത് PdV എന്ന് എടുക്കാതെ P1 V1 മൈനസ് P2 V2 ഡിവൈഡ് ബൈ n-1. ഫോർ എ പോളിട്രോപ്പിക് പ്രോസസ്സ് നമ്മൾ Q കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വർക്ക് ഡൺ എന്ത് ചെയ്തു, നേരെ നമ്മൾ ഇപ്പോൾ എഴുതി വെച്ചിട്ടുള്ള ഇക്വേഷൻ നേരെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് എന്താണെന്ന് അറിയാം, CP മൈനസ് CV = R എന്നറിയാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, CP ബൈ CV നമുക്കറിയാം, CP മൈനസ് CV = R എന്നറിയാം. അപ്പോൾ ഞാൻ കോമൺ ആയിട്ട് അതിന് എന്തെടുക്കുകയാണ്, CP ബൈ CV മൈനസ് CV ബൈ CV = R ബൈ CV. ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. കോമൺ ആയിട്ട് ഇതിനെല്ലാത്തിനെയും ഡിനോമിനേറ്ററിൽ ഞാൻ CV എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ CP ബൈ CV നമുക്കറിയാം എന്താണ്, ഗാമ എന്നറിയാം. അപ്പോൾ ഗാമ ഇത് CV ബൈ CV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഗാമ -1 = R ബൈ CV നമുക്കറിയാം. അപ്പോൾ ഈ ഇക്വേഷൻസ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള സെയിം ഉപയോഗിച്ചുള്ള ഇക്വേഷൻസ് തന്നെയാണ്. അപ്പോൾ ഗാമ -1 = R ബൈ CV. ഞാൻ അതിനൊന്നുകൂടി റീഅറേഞ്ച് ചെയ്തു. അതായത് ഇങ്ങനെയും എഴുതാം, CV × ഗാമ -1 = R. നമ്മൾ R വാല്യൂ കണ്ടുപിടിക്കാൻ, അതായത് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം CV വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ഗാമ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് R ഇങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളൊരു ഇക്വേഷൻസൊക്കെ നമ്മൾ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഇവിടെ ഇപ്പോൾ ഈ ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്തു, ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതി. അങ്ങനെ എഴുതി, CV ഇങ്ങോട്ടേക്ക് കൊടുത്തു, ഗാമ -1 താഴത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ CV = R ഡിവൈഡ് ബൈ ഗാമ -1. അപ്പോൾ ഈ ഇക്വേഷൻ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് Qവിൽ. ഓക്കെ, ഇതിനെ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ എന്താവും, Q = M × CV എന്നുള്ളത് എന്താവും, R ബൈ ഗാമ -1 എന്നാവും, ഇൻറ്റു T2 മൈനസ് T1 പ്ലസ് P1 V1 മൈനസ് P2 V2 ഡിവൈഡ് ബൈ n-1. അപ്പോൾ ഇതിന് പകരം ഞാനിവിടെ ഈ R ബൈ ഗാമ -1 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ഇതിപ്പോൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഗാമ -1 ഇവിടെ കോമൺ ആയി നിർത്തി കഴിഞ്ഞാൽ MR T2 മൈനസ് MR T1 എന്ന് വരും. ശരിയല്ലേ, ഇത് കോമൺ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. Q = MR T2 മൈനസ് MR T1 ഡിവൈഡ് ബൈ ഗാമ -1 പ്ലസ് P1 V1 മൈനസ് P2 V2 ഡിവൈഡ് ബൈ n-1. അപ്പോൾ ഇതിന് ഞാൻ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യാണ്. PV = MRT, അതനുസരിച്ച് എന്താവും, P2 V2 മൈനസ് P1 V1 ഡിവൈഡ് ബൈ ഗാമ -1 പ്ലസ് P1 V1 മൈനസ് P2 V2 ഡിവൈഡ് ബൈ n-1. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ ഈ സ്റ്റെപ്പിൽ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യുകയാണ്. എന്താണ്, ഈ -P1 ഇങ്ങോട്ടേക്ക് കൊടുത്തത്, അതായത് -P1 V1 പ്ലസ് P2 V2 ഡിവൈഡ് ബൈ ഗാമ -1 പ്ലസ് P1 V1 മൈനസ് P2 V2 ഡിവൈഡ് ബൈ n-1. ഓക്കെ,
അപ്പോൾ ഇവിടെയുള്ള ഈ -1 ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ എന്താവും, ഈ -1 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് P1 മൈനസ് ഓഫ് P1 V1 മൈനസ് P2 V2 അങ്ങനെ വരും, ശരിയല്ലേ? ഈ മൈനസ് ഞാൻ ഉള്ളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ -P1 V1, ഈ മൈനസ് ഇവിടേക്ക് ഉള്ളിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ +P2 V2 എന്ന് വരും, ശരിയല്ലേ? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതും -P1 V1 മൈനസ് P2 V2 ഡിവൈഡ് ബൈ Γ-1 പ്ലസ് P1 V1 മൈനസ് P2 V2 ഡിവൈഡ് ബൈ N-1. ഓക്കെ, ദാറ്റ് ഈസ് Q ഈസ് ഈക്വൽ ടു, ഞാൻ എന്ത് ചെയ്യണം, ഈ P1 V1 മൈനസ് P2 V2 ഇവിടെ രണ്ട് സ്ഥലത്തും കോമൺ ആയിട്ടുള്ളതുകൊണ്ട് അതിനെ കോമൺ ആയി പുറത്തേക്ക് എടുത്തു. P1 V1 മൈനസ് P2 V2 ഇൻറ്റു ഇവിടെ എന്താണ് ഇപ്പോൾ ഉണ്ടാവും, ഒരു -1 ഉണ്ട്, ഒരു മൈനസ് ടൈം ഉണ്ട്. അപ്പോൾ -1 ഡിവൈഡ് ബൈ Γ-1 പ്ലസ് ഇവിടെ ഒരു ഇത് ഈ ടൈം മൊത്തം പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു 1 ആണുള്ളത്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ N-1. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതെങ്ങനെ എഴുതുന്നത് വെച്ചാൽ P1 V1 മൈനസ് P2 V2 ഇൻറ്റു ഇതിൻ്റെ കോമൺ ഡിനോമിനേറ്റർ, അത് LCM പോലെ എടുത്തിട്ട് ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ Γ-1 ഇൻറ്റു N-1 എന്ന് പറയുന്നത് കോമൺ ആവും. അത് കഴിഞ്ഞിട്ട് ഞാനിതിനെ മുകളിലേക്ക് ഇവിടെ ഇല്ലാത്ത Γ-1 N-1 വരുമ്പോൾ ഇവിടെ ഇല്ലാത്ത എന്താണ് N-1, അപ്പോൾ ഇത് മുകളിൽ ഗുണിക്കും. ഇവിടെ എന്താണ് N-1, Γ-1 ഇവിടെ ഇല്ല, അപ്പോൾ ആ ടൈം ഞാൻ മുകളിൽ കൊടുക്കും. അങ്ങനെ എഴുതുന്ന ആ മെത്തേഡ്. അപ്പോൾ -1 ഇൻറ്റു N-1 പ്ലസ് ഇവിടെ മുകളിൽ വരെ Γ-1 ഡിവൈഡഡ് ബൈ Γ-1 ഇൻറ്റു N-1 എന്നുള്ള ഒറ്റ ടൈം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്താവും, അപ്പോൾ ഇത് നമ്മൾ ഇതിനെ ഞാൻ ഇനി ഈ -1 ഉള്ളിലേക്ക് കൊടുത്തിട്ട് എഴുതണം. അപ്പോൾ എന്താവും, Q ഈസ് ഈക്വൽ ടു P1 V1 മൈനസ് P2 V2 ഇൻറ്റു -N + 1 പ്ലസ് Γ-1, ശരിയല്ല? -N + 1 Γ-1. അപ്പോൾ ഈ +1ഉം ഈ -1ഉം എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്തു പോകും. പിന്നെ ബാക്കിയുള്ളത് -N പ്ലസ് ഗാമയാണ്. അപ്പോൾ അതിനെ എനിക്കൊന്ന് Γ-N എന്ന് എഴുതാം. അപ്പോൾ അതിന് ഞാനിവിടെ റീഅറേഞ്ച് ചെയ്തത് Q ഈസ് ഈക്വൽ ടു P1 V1 മൈനസ് P2 V2 ഇൻറ്റു Γ-N ഡിവൈഡഡ് ബൈ Γ-1 ഇൻറ്റു N-1 എന്ന് എഴുതും. അപ്പോൾ നമ്മളുടെ ഇക്വേഷനായി. അപ്പോൾ ഞാൻ ആ ഇക്വേഷൻ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതാണ്. എന്താണ്, Γ-N ഡിവൈഡഡ് ബൈ Γ-1, ശരിയല്ലേ? Γ-N ഡിവൈഡഡ് ബൈ Γ-1 ഇൻറ്റു P1 V1 മൈനസ് P2 V2 ഡിവൈഡഡ് ബൈ N-1, ശരിയല്ലേ? അപ്പോൾ ഈ P1 V1 മൈനസ് P2 V2 ഡിവൈഡ് ബൈ N-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പോളിട്രോപിക് പ്രോസസ്സിലെ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷനാണ്, എക്സ്പാൻഷൻ പ്രോസസ്സ്. ഇനി കംപ്രഷൻ പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് എഴുതണം, P2 V2 മൈനസ് P1 V1 ഡിവൈഡ് ബൈ N-1 എന്ന് എഴുതണം. അപ്പോൾ അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ഡ്യൂറിങ് എ പോളിട്രോപിക് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Γ-N ഡിവൈഡഡ് ബൈ Γ-1 ഇൻറ്റു വർക്ക് ഡൺ, അതാണ് അതിൻ്റെ ഇക്വേഷൻ, പോളിട്രോപിക് വർക്ക് ഡൺ. ഓക്കെ, അപ്പോൾ ക്യൂവിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. Q ഈസ് ഈക്വൽ ടു Γ-N ഡിവൈഡ് ബൈ Γ-1 ഇൻറ്റു വർക്ക് ഡൺ. അപ്പോൾ എക്സ്പാൻഷൻ പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ ആണെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ കൊടുക്കണം. കംപ്രഷൻ പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ കൊടുക്കണം. വർക്ക് ഡണ്ണിൻ്റെ ഏതാണ് ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു ആ പ്രോസസ്സ് അനുസരിച്ച് നമ്മൾ കൊടുക്കണം. ഓക്കെ, ഇനി നമുക്കൊരു ത്രോട്ട്ലിംഗ് പ്രോസസ്സ് ഉണ്ട്, അതും കൂടി ഒന്ന് നോക്കാം. ഓക്കെ, ത്രോട്ട്ലിംഗ് പ്രോസസ്സ് ഓർ കോൺസ്റ്റൻറ്റ് എൻതാൽപ്പി പ്രോസസ്സ്. ത്രോട്ട്ലിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് എൻതാൽപ്പി പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രോട്ട്ലിംഗ് ഈസ് ആൻ ഇറിവേഴ്സിബിൾ സ്റ്റഡി ഫ്ലോ എക്സ്പാൻഷൻ പ്രോസസ്സ് ഇൻ വിച്ച് എ ഗ്യാസ് ഈസ് അലൗഡ് ടു എക്സ്പാൻഡ് വെരി റെസ്ട്രിക്റ്റഡ് പാസേജ്. ഒരു ചെറിയ റെസ്ട്രിക്റ്റഡ് പാസേജിലൂടെ ഒരു ഗ്യാസിനെ, സ്റ്റഡി ഫ്ലോ ആയിട്ടുള്ളൊരു ഗ്യാസിനെ ഇറിവേഴ്സിബിളി എക്സ്പാൻഡ് ചെയ്യാൻ അനുവദിക്കുന്ന ഒരു പ്രോസസ്സാണിത്. വൈൽ പാസിംഗ് ത്രൂ ദ റെസ്ട്രിക്റ്റഡ് പാസേജ് അറ്റ് ഫസ്റ്റ് വെലോസിറ്റി ഓഫ് ദ ഗ്യാസ് ഈസ് ഇൻക്രീസ്ഡ്. അപ്പോൾ ആ റെസ്ട്രിക്റ്റഡ് പാസേജിലൂടെ പോകുമ്പോൾ വെലോസിറ്റി ഓഫ് ഗ്യാസ് ഇൻക്രീസ് ആവും. അറ്റ് ദ കോസ്റ്റ് ഓഫ് പ്രഷർ എനർജി അതിനുണ്ടായിരുന്നു, ആ പ്രഷർ എനർജി യൂട്ടിലൈസ് ചെയ്ത് അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ആവും. ദെൻ ദിസ് ഇൻക്രീസ്ഡ് വെലോസിറ്റി എനർജി ജനറേറ്റ്സ് ഹീറ്റ് ഡ്യൂ ടു ഫ്രിക്ഷൻ. അപ്പോൾ ആ ഇൻക്രീസ് ചെയ്തിട്ടുള്ള വെലോസിറ്റി എന്ത് ചെയ്യും, ഹീറ്റ് ജനറേറ്റ് ചെയ്യും ഡ്യൂ ടു ഫ്രിക്ഷൻ. ഡ്യൂറിങ് ത്രോട്ട്ലിംഗ് പ്രോസസ് നോ വർക്ക് ഈസ് ഡൺ ബൈ ദ ഗ്യാസ് ഓർ നോ ഹീറ്റ് ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ്. അതായത് Q ഈസ് ഈക്വൽ ടു 0, W ഈസ് ഈക്വൽ ടു 0 ആണ് ഇൻ എ ത്രോട്ട്ലിംഗ് പ്രോസസ്. ഓക്കെ, no heat transfer takes place between the gas and other external sources. ഓക്കെ, ആൾസോ ദെയർ ഈസ് നോ കൺസിഡറബിൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡ്യൂറിങ് ത്രോട്ട്ലിംഗ് പ്രോസസ്സ്. അതേപോലെ തന്നെ അവിടെ വെലോസിറ്റി എന്ന് പറയുന്നതും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഡ്യൂറിങ് ത്രോട്ട്ലിംഗ് പ്രോസസ്സ് അവിടെ കൺസിഡറബിൾ ചേഞ്ചസ് ഇല്ല. വെലോസിറ്റി ചേഞ്ച് ആകുന്നുണ്ട്, പക്ഷേ അത് കൺസിഡറബിൾ അത്ര വലിയൊരു വാല്യൂസ് അല്ല എന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഇക്വേഷൻ എഴുതാണ്. ദസ് ഡ്യൂറിങ് ത്രോട്ട്ലിംഗ് പ്രോസസ്സ് Q ഈസ് ഈക്വൽ ടു 0, W ഈസ് ഈക്വൽ ടു 0 അക്കോർഡിംഗ് ടു ജനറൽ എനർജി ഇക്വേഷൻ ഓഫ് എ ഗ്യാസ് ഫോർ സ്റ്റഡി ഫ്ലോ പ്രോസസ്സ്. നമ്മൾ സ്റ്റഡി ഫ്ലോ പ്രോസസ്സ് അനുസരിച്ച് നമ്മളൊരു തിയറി പഠിക്കുന്നുണ്ട്. ബെർണോളിസ് ഇക്വേഷൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരു തിയറി പഠിക്കുന്നുണ്ട്. അത് കണ്ടിന്യൂറ്റി ഇക്വേഷൻ്റെ റിലേറ്റഡ് ആയിട്ട്. അതാണ് എന്ത്, Gz1 പ്ലസ് V1² പ്ലസ് H1 പ്ലസ് Q ഈസ് ഈക്വൽ ടു Gz2 പ്ലസ് V2² പ്ലസ് H2 പ്ലസ് W പ്ലസ് ഹീറ്റ് ട്രാൻസ്ഫർ ലോസസ്. അപ്പോൾ Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റമാണ്, G എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റിയാണ്, V വെലോസിറ്റിയാണ്, H എൻതാൽപ്പിയാണ്, Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ, W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ, അതേപോലെ തന്നെ ഹീറ്റ് മൈനർ ലോസസ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം. അപ്പോൾ നെഗ്ലക്റ്റിംഗ് ഹീറ്റ് ട്രാൻസ്ഫർ ലോസസ് ഡ്യൂറിങ് ത്രോട്ട്ലിംഗ് പ്രോസസ് ആൻഡ് ടേക്കിംഗ്
ടേക്കിംഗ് Z1 ഈസ് ഈക്വൽ ടു Z2. Z1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റം ഇപ്പോൾ ഒരു പൈപ്പ് ലൈനിലേക്ക് അതിൻ്റെ ഹൊറിസോണ്ടൽ സർഫസിൽ നിന്നുള്ള അകലമാണ് ഈ രണ്ട്. ഇതിപ്പോൾ 1 ഇത് 2 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടും ഹൊറിസോണ്ടലി കെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ Z1 ഈസ് ഈക്വൽ ടു Z2 ആയിരിക്കും. ഇതിപ്പോൾ ഇൻക്ലൈൻഡ് ആണെന്നുണ്ടെങ്കിൽ Z1 ഈസ് ഈക്വൽ ടു Z2 അല്ല, ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ Z1 ഈസ് ഈക്വൽ ടു Z2 ആണ് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. നെഗ്ലക്റ്റിംഗ് ദ ഹീറ്റ് ട്രാൻസ്ഫർ ലോസസ് ഡ്യൂറിങ് ത്രോട്ട്ലിംഗ് പ്രോസസ് ആൻഡ് ടേക്കിംഗ് Z1 ഈസ് ഈക്വൽ ടു Z2 വി ഗെറ്റ് നമുക്ക് എന്ത് കിട്ടും? Z1 ഈസ് ഈക്വൽ ടു Z2 ആകുമ്പോൾ ഇത് രണ്ടും ക്യാൻസലായി. V1 ഈസ് ഈക്വൽ ടു V2 ആണ്. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദെയർ ഈസ് നോ വെലോസിറ്റി കൺസിഡറബിൾ ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പോൾ കൺസിഡറബിൾ ചേഞ്ച് ഇല്ല, അപ്പോൾ ഇത് രണ്ടും കോൺസ്റ്റൻ്റ് ആയി. പിന്നെയുള്ള Q ഈസ് ഈക്വൽ ടു 0, W ഈസ് ഈക്വൽ ടു 0 ആണ്. പിന്നെയുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ലോസ് ആണ്, അതിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും. ബാക്കിയുള്ള എന്താ H1 ഈസ് ഈക്വൽ ടു H2. അപ്പോൾ അതിൽ നമ്മൾ എന്ത് എഴുതും? H1 ഈസ് ഈക്വൽ ടു H2, ദാറ്റ് ഈസ് H1 ഈസ് എ ഇനീഷ്യൽ എൻതാൽപ്പി ആൻഡ് H2 ഈസ് ദ ഫൈനൽ എൻതാൽപ്പി. ദസ് ത്രോട്ട്ലിംഗ് പ്രോസസ് ഈസ് എ കോൺസ്റ്റൻറ്റ് എൻതാൽപ്പി പ്രോസസ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ.